ഇപ്പൊ ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് എന്ന് ഗോഡ് ഹെഡ് പോലെ ചർച്ച് ഹെഡ് അന്ത്യോക്യ, അലക്സാണ്ട്രിയ, റോം, ദാറ്റ്സ് ചർച്ചിന്റെ ശിരസ് അങ്ങനെ ക്രമീകരിച്ച് പിന്നീടാണ് ഈ കോൺസ്റ്റാന്റിനോപ്പിൾ സിംഹാസനം വരുന്നത്. ഞാൻ പറഞ്ഞത് 3 എണ്ണമാണ്. അതുകൊണ്ട് ഈ പുരാതന സിംഹാസനങ്ങൾ 4 3 എടുത്താലും അതിലേതെങ്കിലും ഒരു സിംഹാസനത്തോട് ബന്ധം ഇല്ലാത്ത ആ സഭ യഥാർത്ഥ സഭയല്ല. കാരണം അത് കണക്റ്റഡ് ആയിരിക്കണം. പിന്നെ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, അവിടുന്ന് പോന്നു എന്ന് പറഞ്ഞാൽ അത് പല്ലി വാല് മുറിക്കുന്ന പോലെ ഉള്ളൂ. പല്ലിയുടെ വാല് മുറിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ കുറെ നേരം കിടന്ന് അനങ്ങും. ജീവനുള്ള ഒരു വാലാണെന്നൊക്കെ പലരും പറയും. എന്തൊരു പല്ലിയേക്കാളും സ്പീഡിൽ വാല് ചലിക്കും. അപ്പൊ ചിലർ പറയും പല്ലിയേക്കാളും ഉണർവുണ്ടെന്ന്. അതാണ് ഈ പെന്തക്കോസ്ത് ഒക്കെ. ഈ സഭ വിട്ടുപോയി കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര ചാട്ടവും ഉണർവും. അപ്പൊ ആളുകൾ പറയും, നമ്മുടെ സഭയിലെല്ലാം ഒരു ഉണർവും ഇല്ല, പക്ഷെ അവിടെ ആ കൂട്ടായ്മയ്ക്ക് വേണം എന്തോ ഒരു ഉണർവാന്നറിയോ. ശരിയാ, മുറിഞ്ഞ വാല് കണ്ടമാനം പിടയ്ക്കും. അപ്പൊ അതുപോലെയാണ് ഈ കൂട്ടായ്മകള്, പ്രത്യേകിച്ച് സെയിന്റ് പോൾസ്, അതുപോലെ ഈ ശക്തി കൂട്ടായ്മകള്, പിന്നെ റിവൈവൽ ഫെലോഷിപ്പുകള്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം മുറിഞ്ഞു ചാടുന്നതാണ്. ഇപ്പൊ മുറിഞ്ഞ വാലുകളാണ്.